കുരിശാണ് രക്ഷ. കുരിശിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. എന്താ ഈ കുരിശെന്ന് പറയുന്നത്? ലോകത്തിൽ സാധ്യമായിട്ടുള്ള എല്ലാ സഹനങ്ങളുടെയും സമുച്ചയമാണ് കുരിശ്. അതായത് സഹനത്തിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. സഹനം സ്നേഹമാണ്. അതായത് ഈ സ്നേഹത്തിലൂടെ അല്ലാതെ, ഈ സഹനത്തിലൂടെ അല്ലാതെ, ഈ കുരിശിലൂടെ ആർക്കും രക്ഷയില്ല. ഈശോയും കാണിച്ചു തന്ന അത് തന്നെയല്ലേ. എന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഈശോയെ അനുഗമിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂവെങ്കിൽ അവർക്കൊക്കെ കുരിശുകളുണ്ടാകും. കുരിശ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഈശോ കുരിശിൽ കിടന്നപ്പോൾ മരണം പോലും പകച്ചു പോയെന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം വിയർത്ത് രക്തമൊലിച്ച് ശൂന്യമായിട്ടാണ് ഈശോ കുരിശിൽ കിടക്കുന്നത്. മരണം പകച്ചു നിന്ന് പോവുകയാണ്. കാരണം ഇനി എന്തെടുക്കുവാനാണ് ഈ കുരിശിൽ നിന്ന്? എല്ലാം വാർന്ന്, എല്ലാം പങ്കുവയ്ക്കപ്പെട്ട് ശൂന്യമായിട്ടാണ് കിടക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും പിന്നാലെ മരണമുണ്ട്. എല്ലാവരെയും മരണം കീഴടക്കിക്കൊണ്ട് എല്ലാവരിൽ നിന്നുമൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുവാനുണ്ടാവും. പക്ഷേ ഇവിടെ ഈശോയിൽ നിന്ന് ഒന്നും തന്നെ എടുക്കുവാനില്ല. കാരണം എല്ലാം പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. എല്ലാം പങ്കുവെച്ച് ശൂന്യമായിട്ട് കിടക്കുന്ന ഈശോയെ കണ്ടപ്പോൾ മരണം തോറ്റുപോവുകയാണ്. മരണത്തെയും ജയിച്ച് ഈശോ ഉദ്ധിതനാവുകയാണ്. നമുക്കും ജീവിതത്തിൽ ഉദ്ധിതനാകണമെങ്കിൽ ഇതുപോലെ മരണത്തെ തോൽപ്പിക്കണം. എങ്ങനെയാണ് മരണത്തെ തോൽപ്പിക്കേണ്ടത്? പങ്കുവെച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ, വ്രണങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുത്തുകൊണ്ട്, മുറിക്കപ്പെട്ടുകൊണ്ട്, നമ്മളുടെ വികാരങ്ങളൊക്കെ ക്ഷതപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മളും ഈ മരണത്തെ തോൽപ്പിക്കുന്നത്. നമുക്കും ഇതുപോലെ ഈശോ മരണത്തെ ജയിച്ചതുപോലെ സ്വയം ശൂന്യമാക്കി മരണത്തെ ജയിക്കുവാനായിട്ട് സാധിക്കട്ടെ. സ്നേഹം, സഹനം, കുരിശ് ഇതൊക്കെ രക്ഷയാണെന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളിലേക്ക് ആർന്ന് ഇറങ്ങട്ടെ. സർവവും കുരിശാടൻ പുണ്യവും
ഈശോയുടെ സ്നേഹം ഏറ്റവും ആഴത്തിൽ അനുഭവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും യോഹന്നാൻ എന്ന്. ശരിയാ, യോഹന്നാൻ തന്നെയാണ്. യോഹന്നാൻ അന്ത്യ അത്താഴ നിമിഷത്തിൽ ഈശോയുടെ മാറിൽ തലചായ്ച്ച് കിടന്നെന്നാണ് പറയുന്നത്. മാറിൽ തലചായ്ച്ച് കിടക്കുക, അതായത് അവിടെ എന്തുമാത്രം സ്വാതന്ത്ര്യമാണ് യോഹന്നാൻ അനുഭവിക്കുന്നത്. ഒത്തിരി സ്വാതന്ത്ര്യം യോഹന്നാൻ അവിടെ അനുഭവിക്കുന്നുണ്ട്. നമ്മളും ഈശോയുടെ ആ സ്നേഹമൊക്കെ ശരിക്കും അതിൻ്റെ ആഴത്തിൽ അനുഭവിക്കുന്നത് അന്ത്യത്താഴ നിമിഷത്തിലാണ്. ആ ബോധ്യത്തിൽ ഈശോ എൻ്റെ ചാരത്തുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് വെറുതെ ഈ ഗാനം കേൾക്കാം. ചാരത്തിരുന്ന് കാണാം, കരയാം, താതൻ്റെ നെഞ്ചോട് ചാരിക്കിടക്കാം, സ്നേഹത്തിൻ എരുത്തി ചെടിയുടെ ചൂടേറ്റ് ഉള്ളിൽ ഒരു സ്നേഹ ജ്വാല തെളിക്കാം. എൻ ഹൃദയം വെന്തുരുകുന്നു, എൻ ഹൃത്തിൽ നീയാകുന്നു, നീ പകരും വീഞ്ഞിൽ എൻ്റെ കണ്ണീരിൻ കൈപ്പില്ലെന്നു. എൻ ഹൃദയം വെന്തുരുകുന്നു, എൻ ഹൃത്തിൽ നീയാകുന്നു, നീ പകരും വീഞ്ഞിൽ എൻ്റെ കണ്ണീരിൻ കൈപ്പില്ലെന്നു. നിന്നത്താഴത്തിൽ വീണ്ടും തെളിനീരാകുന്നൻ ചിത്തം, നിന്മാറിൽ ചേർന്നീ ഞാനും തിരുഹൃദയ ചെടികൾ പോലെ. നിന്നത്താഴത്തിൽ വീണ്ടും തെളിനീരാകുന്നൻ ചിത്തം, നിന്മാറിൽ ചേർന്നീ ഞാനും തിരുഹൃദയ ചെടികൾ പോലെ. എന്നാഥ നിന്നോർമ്മകൾ ജീവിക്കും എൻ കണ്ണിൽ. എൻ പ്രാർത്ഥന നിന്നിൽ ചേരാ, ഓരോ ചുവടും നിന്നോടൊപ്പം. നിൻ കൃപയാൽ ഞാനെപ്പോഴും ഉണരട്ടെ നിമിഷം തോറും. മുറിവുകളിൽ വിരലുകൾ തൊട്ട് നിൻ ശ്വാസം അറിയട്ടെ. എന്നാഥ നിന്നോർമ്മകൾ ജീവിക്കും എൻ കണ്ണിൽ. എൻ പ്രാർത്ഥന നിന്നിൽ ചേരാ, ഓരോ ചുവടും
വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. ക്രിസ്തുവില്ലെങ്കിൽ, സഹനം, സ്നേഹം ഇല്ലെങ്കിൽ എന്നിലെ വെളിച്ചം അന്ധകാരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും. ക്രിസ്തു തൻ്റെ നിയമങ്ങൾ സ്നേഹത്തിൻ്റെ നിയമത്തിൽ പൂർത്തീകരിക്കുകയാണ്. നീ നിൻ്റെ ദൈവത്തെയും അതുപോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള നിയമത്തിൽ. ദേവാ നീ
എല്ലാം സഹിക്കുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, പ്രത്യാശിക്കുന്ന സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കെൻ്റെ ഈശോയെ തന്നെ ഓർമ്മ വരുന്നത്. എൻ്റെ ഈശോ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്, നമ്മളെല്ലാവരെയും എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് അതിരുകളില്ല എന്നുള്ളതല്ലേ. അതിരുകളില്ല, വ്യവസ്ഥകളുമില്ല. നീ ഇത് ചെയ്താൽ ഞാൻ നിന്നെ സ്നേഹിക്കാം, നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. ഇല്ല, ഒരു വ്യവസ്ഥയുമില്ല. നമ്മളൊക്കെ പാപാവസ്ഥയിൽ കഴിഞ്ഞ നിമിഷങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ആ അവസ്ഥകളിലും ഈശോയുടെ അനുഗ്രഹത്തിന് വല്ല കുറവും ഉണ്ടായിട്ടുണ്ടോ? ഒരു കുറവും ഉണ്ടായിട്ടില്ല. ആ നിമിഷങ്ങളിലുമൊക്കെ ഈശോ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈശോയുടെ സ്നേഹത്തിന് ഒരിക്കലും ഒരു വ്യവസ്ഥയില്ല, അതിരുകളില്ല, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കേണ്ടത്. ഞാൻ ശരിക്കും എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? അതോ ഞാൻ ഈശോ തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെയാണോ സ്നേഹിക്കുന്നത്? ഞാൻ എൻ്റെ ഈശോയെയാണോ, ഈശോ തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെയാണോ സ്നേഹിക്കുന്നത്? പലപ്പോഴും ഈ അനുഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു കെണിയാണ്. കാരണം എല്ലാവരും അനുഗ്രഹങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. അവിടെയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഈശോയുടെ കൂടെ നിൽക്കുന്നു. കിട്ടുന്നില്ലെങ്കിലോ? എൻ്റെ ആലയിൽ ആടുകളില്ലേലും, എൻ്റെ വയലിൽ ധാന്യങ്ങളില്ലേലും, എൻ്റെ അത്തികൾ പൂക്കുന്നില്ലേലും, എൻ്റെ മുന്തിരിവള്ളിയിൽ ഫലങ്ങളില്ലേലും ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് നമുക്ക് പറയാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും പറയാം, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം എല്ലാം സഹിക്കുന്നു, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു, സ്നേഹം സകലതും അതിജീവിക്കുന്നു. സ്നേഹം എല്ലാം സഹിക്കുന്നു, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു, സ്നേഹം സകലതും അതിജീവിക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം, അത് സത്യത്തിൽ ആഹ്ലാദിച്ചിടുന്നു. പ്രവചനങ്ങൾ കടന്നു പോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും, സ്നേഹമെന്നെന്നും നിലനിൽക്കുന്നു. First love, true love, the fire ain't gone. Wake up, start now. Take the storm from heart away.
അജ്ഞാതമായിട്ടുള്ള പല വഴികളിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഈ വഴികളിലൊക്കെ നമുക്ക് ശക്തിയായത്, ബലം നൽകിയത് ഒക്കെ ആരാ? പരിശുദ്ധാത്മാവാ. ഈശോ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സഹായകൻ, ഈശോ നൽകിയ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. ഞാൻ പറയും, സമയം കിട്ടുമ്പോഴും ഓർക്കുമ്പോഴും ഒക്കെ നമ്മുടെ അതരങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരേ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. കാറ്റായിട്ട് വന്ന്, ഒരു മന്ദമാരുതനായി വന്ന് നമ്മളെയൊക്കെ ചലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ജീവനുള്ളതാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. ചലനമില്ലെങ്കിൽ എല്ലാം ജീവനില്ലാത്തതാണ്. പലപ്പോഴുമൊക്കെ നമ്മളുടെ മനുഷ്യരുമൊക്കെ ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ ചത്തതിന് തുല്യരായിട്ടാണ് ജീവിക്കുന്നത്. ഈ നിമിഷത്തിൽ ഓർക്കുക, നമ്മളുടെയൊക്കെ ഹൃദയങ്ങളെ ചലിപ്പിച്ച് ജീവനുള്ളതാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. കാറ്റായി വന്ന് നമ്മളുടെയൊക്കെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കട്ടെ, കനലായി വന്ന് ജ്വലിപ്പിക്കട്ടെ. ഹൃദയങ്ങളൊക്കെ തീഷ്ണതയുള്ളതാക്കി മാറ്റുന്നതും പരിശുദ്ധാത്മാവാണ്. പലപ്പോഴുമൊക്കെ നമ്മളുടെ കുറേ നാൾ കഴിയുമ്പോൾ പല കാര്യങ്ങൾക്കുമൊക്കെ ഒത്തിരി മടുപ്പും മരവിപ്പും നിരാശയും ഒക്കെ കയറി വരാറുണ്ട്. ഈ നിരാശയും മടുപ്പും ഒക്കെ അകറ്റി, അലസതയും ഒക്കെ അകറ്റി നമ്മളിലൊക്കെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നതും തീഷ്ണതയുള്ളതാക്കി മാറ്റുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിലായാൽ പോലും ചെയ്യുന്നതൊക്കെ ശരിയാകണമെന്നില്ല. പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുക. കനലായി വന്ന്, തീയായി വന്ന് ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. മന്ദമാരുതനായി വന്ന്, കാറ്റായി വന്ന് ഞങ്ങളുടെയൊക്കെ മനസ്സുകളെ ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ. മന്ദമാരുതൻ വീശുമ്പോൾ ചെറുനിശ്വാസത്തിൻ അവനെത്തുമ്പോൾ പുതിയ സൃഷ്ടിയായി വീണ്ടും ജനിക്കാൻ
ഹൃദയം വെന്തുരുകുന്നു, എൻ ഹൃത്തിൽ നീയാകുന്നു. നീ പകരും വീഞ്ഞിൽ എൻ്റെ കണ്ണീരിൻ കൈപ്പില്ലെന്നു. നിന്നത്താഴത്തിൽ വീണ്ടും തെളിനീരാകുന്നൻ ചിത്തം. നിന്മാറിൽ ചേർന്നീ ഞാനും തിരുഹൃദയ ചെടികൾ പോലെ. നിന്നത്താഴത്തിൽ വീണ്ടും തെളിനീരാകുന്നൻ ചിത്തം. നിന്മാറിൽ ചേർന്നീ ഞാനും തിരുഹൃദയ ചെടികൾ പോലെ. എന്നാഥ നിന്നോർമകൾ